ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ രാജ്യവ്യാപക പ്രതിഷേധം. രാജ്യത്തെ ജനാധിപത്യ ധ്വംസനത്തിന്റെ പ്രകടമായ ഉദാഹരണമാണ് കെജ്രിവാളിന്റെ അറസ്റ്റെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാസ്റ്റർ. കെജ്രിവാളിന്റെ അറസ്റ്റ് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയെന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പ്രതികരിച്ചു. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ രാജ്യവ്യാപകമായി പ്രതിഷേധമുയരുകയാണ്. രാജ്യത്തെ ജനാധിപത്യ ധ്വംസനത്തിന്റെ പ്രകടമായ ഉദാഹരണമാണ് കെജ്രിവാളിന്റെ അറസ്റ്റെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത RSS അജണ്ടയെ അതിശക്തമായി പ്രതിരോധിക്കുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ കൂട്ടിച്ചേർത്തു. അടച്ചിരിക്കുന്ന കെജ്രിവാളാണ് പുറത്തുള്ള കെജ്രിവാളിനേക്കാളും ശക്തനായിട്ടുള്ള നേതാവ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതാണ് കേരളത്തിലും ഇന്ത്യയിലും കാണാൻ പോകുന്നത്. ഇന്ത്യ സഖ്യം രാജ്യവ്യാപകമായിട്ട് ഇതിനെതിരായ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ ആ ദൗത്യം നിർവഹിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. മോദി സർക്കാരിന്റെ സ്വേച്ഛാധിപത്യ ശൈലി അടിയന്തരാവസ്ഥയെ ഓർമ്മിപ്പിക്കുന്നുവെന്ന് സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം M.A. ബേബി. കേജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഫലിക്കുന്ന മോഡി ഗവൺമെന്റിന്റെ നഗ്നമായ സ്വേച്ഛാധിപത്യ ഭീകരണ പ്രവർത്തന ശൈലിയും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന അടിയന്തരാവസ്ഥയാണ്. മോഡി ഭരണത്തിൻ്റെ പോക്കിനെ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്നാണ് പൊതുവിൽ വിശേഷിപ്പിച്ച് പോന്നിരുന്നത്. മോഡിയുടെ ഗവൺമെൻറ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു പ്രഖ്യാപിത അടിയന്തരാവസ്ഥയുടെ അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുകയാണ്. കെജ്രിവാളിന്റെ അറസ്റ്റ് ജനാധിപത്യത്തിന്റെ അട്ടിമറിയെന്ന എളമരം കരീം. കേന്ദ്ര ഏജൻസികൾക്ക് മുന്നിൽ കീഴടങ്ങാതെ ധീരതയോടെ നേരിടാൻ കെജ്രിവാളിന് സാധിച്ചു. കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നുവരുമെന്നും എളമരം കരീം പറഞ്ഞു. നരേന്ദ്രമോദി ജനാധിപത്യത്തെ ജയിലിലടയ്ക്കുന്നുവെന്ന് A.A. റഹീം MP പ്രതികരിച്ചു. ജനാധിപത്യത്തെ കൊള്ളയടിച്ച് അതുപയോഗിച്ച് ജനപ്രതിനിധികളെ മോദി വിലയ്ക്ക് വാങ്ങുന്നുവെന്നും A.A. റഹീം MP പറഞ്ഞു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത നടപടി അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധവും സ്വേച്ഛാധിപത്യത്തിലേക്ക് നമ്മുടെ രാജ്യം കടന്നു പോകുന്നതിൻ്റെ വലിയ ലക്ഷണവുമാണ്. എതിർ ശബ്ദങ്ങളെയെല്ലാം പിടിച്ചു ജയിലിലിടുകയാണ്. നോക്കൂ, ഡൽഹിയിൽ തങ്ങളെ എതിർക്കുന്ന മുഴുവൻ പേരെയും പിടിച്ച് ജയിലിലിടുകയാണ്. ഒരു ഗവൺമെന്റിനെ തന്നെ ജയിലിലടച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.